അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കണ്ടു യഹൂദന്മാർ നോമ്പ് പിടിക്കുന്നതായിട്ട്. അത് ആശൂറ ദിവസമായിരുന്നു നോമ്പ് പിടിച്ചിരുന്നത്, അതായത് മുഹറം 10. അവർ പറയാറുണ്ടായിരുന്നു, ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ദിവസമാണ്, അതായത് വൻ വിജയം ലഭിച്ച ദിവസം. അന്ന് അള്ളാഹു മൂസയെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും രക്ഷിച്ചു. അല്ലാതെ ചുമ്മാ ഒരു കടൽ പിളർന്ന് മനുഷ്യന് പോകാനൊന്നും പറ്റില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത്രയും പേര് കപ്പലിലോ ബോട്ടിലോ ഒന്നും പോകാനും പറ്റില്ല, അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു അതിഭയങ്കര അത്ഭുതവും അതിഭയങ്കരമായൊരു വിജയവുമാണ്. കൂടാതെ ഫിർഔനെയും അവൻ്റെ ആളുകളെയും മുക്കിക്കൊല്ലുകയും ചെയ്തു. മൂസ ആ ദിവസം നോമ്പ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതായത് അതിസന്തോഷം അല്ലെങ്കിൽ അതിഭയങ്കരമായ അനുഗ്രഹങ്ങൾ നമുക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നോമ്പ് പിടിക്കുക എന്നുള്ളതാകുന്നു. ഇപ്പം നബി ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നോമ്പ് പിടിക്കലായിരിക്കും. അല്ലാഹു ആലം. മൂസ അന്ന് നോമ്പ് പിടിച്ചിരുന്നു. അള്ളാഹുവിനോട് നന്ദി സൂചകമായിട്ടാണ് അദ്ദേഹം നോമ്പ് പിടിച്ചിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെക്കാളും ഞാനാണ് മൂസയുടെ ഏറ്റവും അടുത്തവൻ. അതുകൊണ്ട് മൂസ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളായ നമ്മളും നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഉത്തരവ് കൊടുത്തു. ആ ദിവസം നോമ്പ് പിടിക്കുക. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, നോമ്പിൻ്റെ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു യഹൂദന്മാരുമായിട്ട് സാമ്യം ഉണ്ടാവരുത് ഒരു രീതിയിലും. അതുകൊണ്ട് ആ ഒരു ദിവസം നോമ്പ് പിടിക്കുന്നതിന് പകരം 9-നും 10-നും പിടിക്കുക, അതായത് 2 ദിവസം പിടിക്കാൻ പറഞ്ഞിരുന്നു. ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം ശേഷമോ, ഒറ്റ ദിവസമായിട്ട് നോമ്പ് പിടിക്കരുത്. അങ്ങനെ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഖദിമൽ മദീനത വജദഹും യസൂമൂന യൗമൻ യാനി യൗമ ആശൂറാ ഫഖാലു ഹാദാ യൗമുൻ അളീം വഹുവ യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസ വഅഗ്റഖ ആല ഫിർഔന ഫസ്വാമ മൂസ ശുക്രൻ ലില്ലാഹ് ഫഖാല അന ഔലി ബി മൂസ മിൻഹും ഫസ്വാമഹു വ അമറ ബി സിയാമിഹി. അള്ളാഹു തആലയുടെ വചനം. എന്നിട്ട് നാം മൂസായ്ക്ക് ഉത്തരവിട്ട് കൊടുത്തു, അല്ലെങ്കിൽ നിയമം വെച്ചു കൊടുത്തു 30 രാത്രികൾ. ആയത്ത് അങ്ങനെ തുടരുന്നു. എന്നിട്ട് ഞാനാകുന്നു വിശ്വാസികളിൽ ഒന്നാമൻ, അല്ലെങ്കിൽ ആദ്യമേ വിശ്വസിക്കുന്നവൻ ഞാനാകുന്നു. 7-ാമത്തെ സൂറത്ത് 142, 143 ആയത്തുകൾ. ഖൗലില്ലാഹി തആല വഅദ്നാ മൂസ 30 ലൈല ഇലാ ഖൗലിഹി വഅന അവ്വലുൽ മുഅ്മിനീൻ. അൽ-അറാഫ് 143. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആളുകൾ ബോധമില്ലാത്ത അവസ്ഥയിൽ പെട്ട് കിടക്കുകയായിരിക്കും ഖിയാമത്ത് നാൾ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം. ഞാനായിരിക്കും അപ്പോൾ ആദ്യമായി ബോധം വരുന്ന ആൾ. അപ്പോൾ മനുഷ്യർ രണ്ടാമത് സൃഷ്ടിച്ചു കൊണ്ട് എല്ലാവരും ബോധമില്ലാതെ കിടക്കുകയാണ്. അവിടെ നിന്ന് ആദ്യം എഴുന്നേൽക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതം തന്നെ. അപ്പോൾ ഞാൻ മൂസയെ കാണും, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തൂണുകളിൽ ഒന്നിൽ, അല്ലെങ്കിൽ കാലുകളിൽ ഒന്നിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മൂസ അലൈഹി ഇസ്ലാമിനെ. എനിക്ക് അത്ഭുതം തോന്നും, മൂസാക്ക് എന്നേക്കാൾ മുമ്പ് ബോധം വന്നതാണോ അതോ ആ ബോധക്കേടിൽ നിന്ന് മൂസായെ ഒഴിവാക്കിയതാണോ? കാരണം തൂർ മലയിൽ വെച്ചിട്ട് അദ്ദേഹം എനിക്ക് റബ്ബിനെ കാണണം ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത നിലവാരം കൂടെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, അല്ല ദുരുദ്ദേശമല്ല, നല്ല ആവശ്യത്തോട് നല്ല ഉദ്ദേശത്തോടുകൂടി സ്ഥാനമാനങ്ങൾ കൂടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ കാണണം എന്ന് പറയും. അപ്പോൾ അള്ളാഹു പറയും, നിനക്ക് എന്നെ കാണാൻ പറ്റില്ല, ഭൂമിയിൽ വെച്ചിട്ട് ഒരു സൃഷ്ടിക്കും കാണാൻ പറ്റില്ല, മരിച്ച് പരലോകത്ത് വേറൊരു രീതിയിലുള്ള സൃഷ്ടി ആയി കഴിയുമ്പോൾ അന്നേരം കാണാനുള്ള ശക്തി നമുക്ക് തരും. അപ്പോൾ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല കാണണം എന്ന് പറയും. അങ്ങനെ അവസാനം പറയും, ശരി, ഞാൻ എൻ്റെ ശക്തിയുടെ 70,000 അംശമൊക്കെ എന്നൊക്കെ പറയുന്നു. അള്ളാഹുവാലും അതിലൊന്ന് ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അവതരിപ്പിക്കാം, ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാമെന്ന് പറയും. അപ്പോൾ ആ പർവ്വതം വിനീതമായിക്കൊണ്ട്, അതായത് റബ്ബിനോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട്, ഞാൻ നിൻ്റെ ഒരു അംശത്തിനെ പോലും താങ്ങാൻ കഴിവില്ല എന്നുള്ള രീതിയിൽ പർവ്വതം അവിടെ പൊടിഞ്ഞ് ഇല്ലാതെയായി പോകുന്ന പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാം അത് കാണുമ്പോൾ ബോധം കെട്ട് വീഴും. അപ്പോൾ അങ്ങനെ വലിയൊരു അസ്സായിഖ എന്ന് പറയുന്ന ലോകാവസാനത്തിൻ്റെ ഒരു ബോധം കെടൽ മൂസ അലൈഹി ഇസ്ലാമിന് ഭൂമിയിൽ തന്നെ വെച്ചുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ പരലോകത്തിൽ അസ്സായിഖ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പുള്ള ആ അതിഭയങ്കരമായ ശബ്ദവും അതിൽ നിന്നുള്ള ബോധം കെടലും ഉണ്ടായിട്ടില്ല എന്നാണ് ഊഹിക്കുന്നത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകാവസാനത്തിൽ ആദ്യമായി എഴുന്നേൽക്കുന്ന ആൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം അവിടെ ബോധത്തോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ബോധം കെടലിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി ഇതിനപ്പുറത്തേക്കൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. അല്ലാഹു അലം. നബി സഈദ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
قال الناس يساقون يوم القيامة فأكون أول من يفيق فإذا أنا بموسى آخذ بقائمة من قوائم العرش فلا أدري أفاق قبلي أم جوزي بصاعقة الطور. ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഹദീസ് യൂനുസ് ഇബ്നു മത്തയെ പറഞ്ഞ പോലെ മൂസ അലൈഹി ഇസ്ലാമിനെയും എന്നേക്കാൾ മോശമാക്കി പറയുകയോ അല്ലെങ്കിൽ എന്നെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മേളിൽ കയറ്റി പറയുകയോ ചെയ്യുന്ന വേറെ ഹദീസുണ്ട്. അവിടെ യഹൂദികളുമായിട്ട് മദീനയിൽ എപ്പോഴും ഒരു തർക്കം വന്നപ്പോൾ അങ്ങനെ ഒരു ചർച്ച വന്നിരുന്നു. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇപ്പം നമുക്കും ഇത് ലോകാവസാനം വരെ ബാധകമാണ്. നമ്മൾ യഹൂദന്മാരോടോ ക്രിസ്ത്യാനികളോടോ ഒക്കെ സംസാരിക്കുമ്പോൾ മൂസ ചെറുതാണ് എന്ന് പറയാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ബനി ഇസ്രായേലിനെ ഓർത്തിട്ടല്ലായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ അവരെ ഇല്ലായിരുന്നുവെങ്കിൽ, അവർ കാരണം അല്ലായിരുന്നുവെങ്കിൽ ഇറച്ചി കേടായി പോകുമായിരുന്നില്ല. ഹൗവ അല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഹൗവ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവിനെ ഒറ്റിക്കൊടുക്കുമായിരുന്നില്ല. 1330 ഇത് കണ്ടിട്ടുണ്ട്. നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാ ബനു ഇസ്രായീല ലം യഖ്നസിൽ ലഹ്മു വലൗലാ ഹവ്വാഉ ലം തഖുൻ വൻത സൗജഹ ദഹർ. ഇതിൽ ബനി ഇസ്രായേലിൻ്റെ ഒരു ശിക്ഷയായിട്ട് ഇറക്കിയതാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിനു മുമ്പ് ചിലപ്പോൾ ഇറച്ചി കേടാവില്ലായിരുന്നിരിക്കാം. ആ കാലഘട്ടം മുതൽ ഇറച്ചി കേടാവുന്നത് തുടങ്ങിയതായിരിക്കും. അവർക്ക് ഓരോ ശിക്ഷകളായിട്ട് നെയ്യ് തിന്നാൻ പാടില്ല, അങ്ങനെയൊക്കെ വെച്ചപ്പോൾ ഇറച്ചി ആവശ്യത്തിലധികം കയ്യിൽ വയ്ക്കാൻ പാടില്ല, അറക്കുക, തിന്ന് തീർക്കുക, കൂട്ടി വയ്ക്കാൻ പാടില്ല, ഉണക്കി വയ്ക്കാനൊന്നും പാടില്ല, അങ്ങനെയായിരുന്നു എന്തോ നിയമം. അപ്പോൾ അത് പാലിക്കാത്തതുകൊണ്ടെങ്ങാണ്ടാണ് അത് കേടാവാൻ തുടങ്ങിയത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാഹു ആലം. അതുപോലെ ഹവ്വ അലൈഹിസ്സലാം തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആദം അലൈഹി ഇസ്ലാമിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. അല്ലാഹു ആലം. എവിടെ അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. ഒരാളുടെ മേലിൽ മാത്രം കുറ്റം പറയുന്നില്ല. അള്ളാഹു ഖുർആനിലാണെങ്കിലും രണ്ടുപേരും പഴം കഴിച്ചു, രണ്ടുപേരും തെറ്റ് ചെയ്തു, രണ്ടുപേരും തൗബ ചെയ്തു, എല്ലാവരെയും ഓടിച്ചു വിട്ടു. അതായത് മനുഷ്യകുലം മുഴുവനും ഇബ്ലീസ് അടക്കം എല്ലാത്തിനെയും ഭൂമിയിലേക്ക് ഓടിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. എവിടെയും എടുത്ത് ഹവ്വ അലൈഹി ഇസ്ലാമിനെ കുറ്റം പറയുന്നില്ല. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇസ്രായേലികൾ അല്ലെങ്കിൽ ബനു ഇസ്രായേൽ സന്തതികൾ ഇറച്ചി സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. അള്ളാഹു അവർക്ക് കൊടുത്ത ഇറച്ചി. പക്ഷെ അവരോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ള വിതരണം ചെയ്യുക, സദക്ക, അങ്ങനെയുള്ള പരിപാടികൾ. അതുകൊണ്ട് ആണ് ഇറച്ചി കേടാവുന്ന സ്വഭാവം ഉണ്ടായത്, അല്ലെങ്കിൽ അള്ളാഹു അതിനെ കേടാക്കി കളയാൻ തുടങ്ങി. രണ്ടാമത്തേതിൻ്റെ കാരണം പറയുന്നത്, ആ നിരോധിക്കപ്പെട്ട മരം ഉണ്ട്, അവിടെ സ്വർഗത്തിൽ പറഞ്ഞിരുന്നു ഈ മരത്തിൻ്റെ അടുത്തേക്ക് നീ പോകരുതെന്നാണ് പറഞ്ഞത്. അല്ല അതിനകത്ത് തിന്നരുതെന്നല്ല, അതിൻ്റെ അടുത്തേ പോകരുത്. വലാ തഖ്റബു സിന എന്നൊക്കെ പറയുന്നത്, അതായത് വ്യഭിചാരത്തിനോട് അടുക്കരുത് എന്ന് പറയുന്നത് പോലെ ഈ മരത്തിനടുത്തേക്ക് പോകരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഹവ്വ അലൈഹി ഇസ്ലാം തിന്ന് മനുഷ്യ തിന്ന്, അല്ലെങ്കിൽ നല്ലതാണ് ഇബ്ലീസ് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാണുമായിരിക്കും. അല്ലാഹു ആലം. വിശദീകരണത്തിൽ അതാണ് പറയുന്നത്, അവർ ആദം അലൈഹി ഇസ്ലാമിനെ തിന്നാൻ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ നിർബന്ധിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് അവർ അദ്ദേഹത്തിനെ ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആദം അലൈഹി ഇസ്ലാമിന് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുകയോ അതല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയോ ചെയ്തു. അതിനെ ചതി അല്ലെങ്കിൽ വഞ്ചനയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിഭയങ്കരമായ വെള്ളപ്പൊക്കം, അതായത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ വെള്ളപ്പൊക്കമായിരിക്കും. തൂഫാനി മിനസ്സൈൽ വയുഖാലു ലിൽ മൗത്തിൽ കസീരി തൂഫാനുൻ. അതിൻ്റെ അർത്ഥം വിശദീകരിച്ച് കൊടുത്തിട്ടില്ല. അൽ ഖിദ്റിൻ്റെ കഥയും മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കഥയും. അൽ ഖിദ്ർ എന്ന് പറയുന്നത് നബിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, തർക്കമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും നബി അല്ല എന്നും ഔലിയാവാനാണ് സാധ്യത എന്നും പറയുന്നു. അതുമാത്രമല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേരല്ല. ഖദ്ർ എന്ന് പറഞ്ഞാൽ പച്ച എന്നാണ് അർത്ഥം. ഒരിക്കൽ ഉണങ്ങിയ പുല്ലിൻ്റെ മുകളിൽ എപ്പോഴോ ഇരുന്നപ്പോൾ ആ പുല്ല് പച്ചയായി മാറിയിരുന്നു. അപ്പോൾ അതായത് ഭയങ്കരമായ അനുഗ്രഹമുള്ള ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ പച്ചയുടെ ആള്, പച്ചക്കാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അൽ ഖിദർ അല്ലെങ്കിൽ ഹദർ എന്നൊരു പേര് എല്ലാവരും വിളിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേരല്ല. ഹദീസിൽ ഖദരി മാ മൂസ അലൈഹിസ്സലാം. ഇത് നമ്മൾ വിശദമായിട്ട് അൽ കഹ്ഫ് 18-ാമത്തെ അധ്യായത്തിൻ്റെ ഖുർആനിനെ അറിയുക എന്ന പരമ്പരയിൽ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇബ്നു അബ്ബാസ് വിശദീകരിക്കുന്നു, അൽ ഹൂർ ബിൻ ഖൈസ് അൽ ഫസാരി ആയിട്ട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു.
തർക്കമുണ്ടായിരുന്നു മൂസ അലൈഹിസ്സലാമിൻ്റെ സഹചാരി ആരാണ് എന്നുള്ള കാര്യത്തിൽ, അതായത് ഖദറിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഇബ്നു അബ്ബാസ് പറയുന്നു അത് അൽ ഖിദ്ർ ആണ് എന്ന്. പക്ഷേ ഉബൈ ഇബ്നു കഅബ് അവരുടെ അടുത്തേ കൂടെ നടന്നുപോയി. അപ്പോൾ ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, എൻ്റെ കൂട്ടുകാരാ, ഞാനും ഇയാളും തമ്മിൽ ഒരു തർക്കത്തിലാണ്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. മൂസയുടെ കൂട്ടുകാരൻ ആരായിരുന്നു എന്നുള്ള കാര്യത്തിൽ, അതായത് കാണാൻ വേണ്ടി മൂസ യാത്ര ചെയ്തു പോയി, ആ മനുഷ്യൻ ആരാണ് എന്ന്. താങ്കൾ എങ്ങാനും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉവ്വ, ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൂസ ഇസ്രായേലികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾ ബനു ഇസ്രായേൽ സന്തതികളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഒരു ആള് അങ്ങോട്ട് വന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാമോ നിങ്ങളെക്കാളും കൂടുതൽ വിവരമുള്ള അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനെ? അപ്പോൾ അതായത് ലോകത്തിലെ ഏറ്റവും വിവരമുള്ള ആൾ ആരാണ് എന്നാണ് ചോദ്യം. നിങ്ങളെക്കാളും വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അറിയാമോ? മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മൂസ അലൈഹി സ്വലാം ഉറപ്പിച്ച് പറയുകയാണ്, ഒരു നബി അങ്ങനെ പറഞ്ഞാൽ അത് ഉറപ്പിച്ച കാര്യമാണ്, എന്നെക്കാളും വിവരമുള്ള ഒരാൾ ഈ ഭൂമിയിലില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല, കാരണം അത് തെറ്റായ ഒരു പ്രയോഗവുമാണ്. ഒരു പ്രവാചകൻ എന്ന നിലയിൽ അത് പറയാൻ പാടില്ലാത്തതും ആണ്. സാധാരണ രീതിയിൽ പറയേണ്ടത് അള്ളാഹു ആലം എന്നായിരുന്നു. അള്ളാഹു അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വഹി ഇറക്കി മൂസാക്ക്. എൻ്റെ ഒരു അടിമയുണ്ട് ഖിദ്ർ, അവൻ നിന്നേക്കാളും വിവരമുള്ള ആളാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള ആളാകുന്നു. മൂസ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു ഖിദ്റിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം മീനിനെ റെഡിയാക്കി, അല്ലെങ്കിൽ മീനിനെ വേവിച്ചു, എന്തെങ്കിലും ആയിരിക്കും, ഒരു വലിയ വേവിച്ച മീനിനെയൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അതായിരുന്നു അടയാളവും. അപ്പോൾ ആ അടയാളം അള്ളാഹു പറഞ്ഞ രീതിയിലൊക്കെ റെഡിയാക്കി മീനിനെയൊക്കെ ആയിട്ട് അദ്ദേഹം റെഡിയായി. അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, ഈ മീൻ എവിടെ വെച്ചാണോ നിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നത് അവിടെയായിരിക്കും ഖിദ്റിനെ കാണുക. എങ്ങാനും വഴിതെറ്റിപ്പോയാൽ നീ ആ സ്ഥലത്തേക്ക് തിരിച്ചു വരിക, അവിടെ നിനക്ക് ഖിദ്റിനെ കാണാൻ പറ്റും. അങ്ങനെ മൂസ ആ മീനിൻ്റെ അടയാളം കാണുന്നതിന് വേണ്ടി യാത്രയായി കടലിൻ്റെ അരികിലൂടെ. കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ആൺകുട്ടിയായ സഹായി മൂസയോട് പറഞ്ഞു, നിനക്കറിയില്ലേ, നമ്മൾ ആ പാറയുടെ അരികിൽ ഇരുന്നപ്പോൾ ഞാൻ ആ മീനിൻ്റെ കാര്യം മറന്നുപോയിരുന്നു. എന്നെ മറപ്പിച്ചത് ഇബ്ലീസാണ്, അല്ലെങ്കിൽ ഷെയ്ത്താനാണ്. മൂസ പറഞ്ഞു, അതായിരുന്നു നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്ന സ്ഥലം. അങ്ങനെ രണ്ടുപേരും അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട്, അപ്പോൾ അതിൽ കൂടെ വേറെ ആരും നടക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആ ഏരിയയിൽ അധികം ആളുകളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു നാട്ടിൽ കൂടെയോ കടൽ തീരത്തൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. കാൽപ്പാടുകൾ നോക്കി അവർ തിരിച്ച് മീൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആ പാറയുടെ ചെരുവിൽ അവർ ഇരുന്ന് വിശ്രമിച്ച സ്ഥലത്തേക്ക് എത്തി. അവർ അവിടെ ഖിദ്റിനെ കണ്ടു. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ കിതാബിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ, അതായത് ഖുർആനിൽ പറയുന്നുണ്ട്. അഖ്ബറനി അൻ ഇബ്നു അബ്ബാസിൻ അന്നഹു തമാറ ഹുവ വൽ ഹുർറു ഇബ്നു ഖൈസിൽ ഫസാരിയു ഫി സ്വഹിബി മൂസ ഖാല ഇബ്നു അബ്ബാസിൻ ഹുവ ഖദിറുൻ ഫമറ ബിഹിമാ ഉബയ്യ് ബിൻ കഅബിൻ ഫദാഹു ഇബ്നു അബ്ബാസിൻ ഫഖാല ഇന്നി തമാറൈതു അന വസ്വാഹിബി ഹാദാ ഫി സ്വഹിബി മൂസ അല്ലദി സഅല സബീല ഇലാ ലുഖിയ്യി هل سمعت رسول الله صلى الله عليه وسلم يذكر شأنه؟ قال نعم سمعت رسول الله صلى الله عليه وسلم يقول بينما موسى في ملأ من بني إسرائيل جاءه رجل فقال هل تعلم أحدا أعلم منك؟ قال لا فأوحى الله إلى موسى بلى عبدنا خضر فسأل موسى السبيل إليه فجعل له الحوت آية وقيل له إذا فقد الحوت فارجع فإنك ستلقاه فكان يتبع الحوت في البحر فقال لموسى فتاه أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره فقال موسى ذلك ما كنا نبغي فارتد على آثارهما قصصا فوجد خضرا فكان من شأنها الذي قص الله في كتابه. സയ്യിദ് ബിൻ ജുബൈർ വിശദീകരിക്കുന്നു, ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, നൗഫൽ ബിഖാലി അവകാശപ്പെടുന്നു അൽ ഖിദ്റിൻ്റെ സഹചാരിയായ മൂസ ബനി ഇസ്രായേലിൻ്റെ പ്രവാചകൻ അല്ല, വേറെ ഏതോ മൂസയാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശത്രു അതായത് നൗഫ് അവൻ നുണ പറഞ്ഞിരിക്കുന്നു. ഉബയ്യ് ഇബ്നു കഅബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. ഒരിക്കൽ മൂസ എഴുന്നേറ്റ് നിന്നു, അദ്ദേഹത്തിൻ്റെ ആളുകളെ അഭിസംബോധന ചെയ്തു, അല്ലെങ്കിൽ മതപ്രസംഗമോ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളോ മൗഇളയൊക്കെ കൊടുക്കുകയാണ്, സതുപദേശം. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു,
നമ്മുടെ ആളുകളിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ള അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള അറിവുള്ള ആൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനാണ്. അള്ളാഹു അതിനെ എതിർത്തു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം ആ അറിവ് അള്ളാഹുവിലേക്ക് ബന്ധിപ്പിച്ചില്ല. അതായത് അള്ളാഹു ആലം എന്ന് പറയണമായിരുന്നു. അത് പറയാത്തതുകൊണ്ട് അള്ളാഹുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിനെ കുറ്റക്കാരനായി പിടിച്ചു അല്ലെങ്കിൽ കുറ്റക്കാരനായി കണക്കാക്കി. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, രണ്ട് കടൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മുട്ടുന്ന ആ ജംഗ്ഷനിൽ എൻ്റെ ഒരു അടിമയെ നീ കാണും. അദ്ദേഹം നിന്നേക്കാളും കൂടുതൽ പണ്ഡിതനാകുന്നു അല്ലെങ്കിൽ അറിവുള്ള ആളാകുന്നു. മൂസ അപ്പോൾ ചോദിച്ചു, എൻ്റെ റബ്ബേ, എനിക്ക് അദ്ദേഹത്തിനെ എങ്ങനെയാണ് കാണാൻ പറ്റുക? അള്ളാഹു പറഞ്ഞു, നീ ഒരു മീനിനെ എടുക്കുക, നിൻ്റെ പാത്രത്തിൽ ഇടുക. മീനിനെ എവിടെ വെച്ചാണോ നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അവിടെ വെച്ച് നിനക്ക് അദ്ദേഹത്തിനെ കാണാം. അങ്ങനെ മൂസ ഒരു മീനെയും എടുത്തു, ഒരു പാത്രത്തിൽ ഇട്ടു. എന്നിട്ട് യാത്ര തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ആൺകുട്ടിയായ വേലക്കാരനോടൊപ്പം അല്ലെങ്കിൽ സഹായിയോടൊപ്പം. അത് യൂഷ ബിൻ നൂൻ ആയിരുന്നു. അതായത് മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം ബനി ഇസ്രായേലിലേക്ക് വന്ന നബിയാണ്. അങ്ങനെ അവർ ഒരു പാറയുടെ അടുത്ത് എത്തുന്നത് വരെ യാത്ര ചെയ്തു. അവർ അവിടെ അവരുടെ തല ചാരി വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോ അല്ലെങ്കിൽ കിടന്നോ ഉറങ്ങി. അതായത് കിടന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൂസ ഉറങ്ങി. ആ മീന് കൊട്ടയിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് കടലിലേക്ക് വീണു അല്ലെങ്കിൽ കടലിലേക്ക് ഇറങ്ങിപ്പോയി. അത് കടലിലേക്ക് പോയത് ഒരു കുഴൽ പോലെ അല്ലെങ്കിൽ തുരങ്കം പോലെ വെള്ളം തുറന്നു വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതായത് അവിടുത്തെ വെള്ളം സാധാരണ വെള്ളം പോലെയല്ല, ഒരു കട്ടിയാവുകയോ അല്ലെങ്കിൽ എന്തോ പ്രത്യേകത വന്നിട്ട് ആ മീൻ പോയ വഴി ഒരു തുരങ്കം പോലെ ഇങ്ങനെ കോഴല് പോലെ ഇരുന്നു. അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് അള്ളാഹു നിർത്തി. അത് ഒരു കവാടം പോലെ തന്നെ അങ്ങനെ നിന്നു. ഇതിലൂടെയാണോ മീൻ വെള്ളത്തിലേക്ക് പോയത് ആ സ്ഥലം ഒരു ഗേറ്റ് പോലെ അല്ലെങ്കിൽ ഒരു പടിവാതിൽ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്, തുരങ്കം പോലെ എന്ന് നമുക്ക് ചുരുക്കി പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു ആ കവാടം കാണിക്കാൻ വേണ്ടിയിട്ട്. അവർ ആ രാത്രി മുഴുവൻ യാത്ര ചെയ്തു. അടുത്ത ദിവസവും യാത്ര ചെയ്തു. മൂസ അദ്ദേഹത്തിൻ്റെ ആൺകുട്ടിയായ സേവകനോട് പറഞ്ഞു, നമ്മുടെ ആഹാരം കൊണ്ടുവരൂ, അല്ലെങ്കിൽ വരൂ നമുക്ക് ആഹാരം കഴിക്കാം എന്നുള്ള പോലെ. തീർച്ചയായും ഞാൻ ഭയങ്കരമായി ക്ഷീണം ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവശതയായി. അത് ഈ യാത്രയിൽ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു അവശത അദ്ദേഹത്തിന് തോന്നി. മൂസയ്ക്ക് ആ യാത്രയിൽ മുഴുവൻ, അതായത് മാസങ്ങളോ ദിവസങ്ങളോ അല്ലെങ്കിൽ കൊല്ലങ്ങളോ യാത്ര ചെയ്തിട്ടുണ്ടാവും നമുക്കറിയില്ല, അള്ളാഹു ആലം. എന്തായാലും വലിയൊരു യാത്രയായിരുന്നു. ആ യാത്രയിൽ അന്ന് വരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ക്ഷീണവും ഉണ്ടായിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് ക്ഷീണിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ആ അള്ളാഹു പറഞ്ഞിരുന്ന സ്ഥലം അല്ലെങ്കിൽ അള്ളാഹു ഉത്തരവിട്ടിരുന്ന ആ സ്ഥലം എവിടെ പോയാണോ ഖദറിനെ നോക്കാൻ പറഞ്ഞത് ആ സ്ഥലം കഴിയുന്നത് വരെ അദ്ദേഹത്തിന് ഒരിക്കലും ക്ഷീണം അനുഭവപ്പെട്ടിരുന്നില്ല. അവിടെ കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. അതായത് അള്ളാഹുവിൻ്റെ ഒരു അടയാളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൺകുട്ടിയായ സഹായി അല്ലെങ്കിൽ വേലക്കാരൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കൾക്ക് അറിയില്ലേ നമ്മൾ അവിടെ ആ പാറയുടെ അവിടെ വിശ്രമിച്ചത്? എന്നിട്ട് ഞാൻ മീനിനെ മറന്നുപോയ കാര്യം? ശൈത്താനാണ് എന്നെ അത് മറപ്പിച്ച് കളഞ്ഞത്. അതായത് താങ്കളോട് പറയാൻ ഞാൻ മറന്നുപോയതിന് കാരണം ശൈത്താനാണ്. ആ മീൻ എന്നിട്ട് അതിൻ്റെ വഴി കടലിലേക്ക് ആക്കി, അല്ലെങ്കിൽ കൊട്ടയിൽ നിന്ന് അതിറങ്ങി കടലിലോട്ട് പോയി. ഒരു അത്ഭുതകരമായൊരു വഴിയായിരുന്നു അത്. അപ്പോൾ ഇതാണ് ഈ പറയുന്നത്, ഒരു തുരങ്കം പോലെയോ അല്ലെങ്കിൽ കവാടം പോലെയോ റസൂൽ കൈകൊണ്ടാങ്യം കാണിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഒരു തുരങ്കം പോലെ അതങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അതൊരു അത്ഭുതകരമായ കാര്യമായിരുന്നു. അപ്പോൾ അതായത് കുറേ ദൂരം പോയി ക്ഷീണിച്ചു, അവിടെ ഒരു വർത്താനം പറയുമ്പോൾ അവിടെ അങ്ങനെ മീൻ ചാടിപ്പോയി, അവിടെ തുരങ്കം പോലെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മൂസായും അദ്ദേഹത്തിൻ്റെ സഹായിയായ ആ പയ്യനും ഞെട്ടിപ്പോയി. അത് രണ്ടുപേർക്കും അത്ഭുതം തോന്നിയിരുന്നു. നേരിട്ട് കണ്ട ആൾക്കും പിന്നെ മറന്നുപോയി, പിന്നീട് സംസാരിക്കുമ്പോഴും അവർക്ക് അതിൽ അത്ഭുതം തോന്നിയിരുന്നു. മൂസ പറഞ്ഞു, അതായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സ്ഥലം. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ കാൽപ്പാടുകൾ നോക്കിക്കൊണ്ട് തിരിച്ച് നടന്നു ആ പാറയുടെ അടുത്ത് എത്തുന്നത് വരെ. അവിടെ അവർ ഒരു മനുഷ്യനെ കണ്ടു, ഒരു തുണിയിൽ പുതച്ച് മൂടി കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുകയാണ്. മൂസ അവിടെ വന്നു, അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. എന്നിട്ട് അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു, ഇങ്ങനത്തെ സലാമൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ? അപ്പോൾ മിക്കവാറും നമുക്ക് ഊഹിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സലാം മടക്കി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലാഹു ആലം. എന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനത്തെ സലാമാണോ നിങ്ങളുടെ നാട്ടിൽ എന്ന് ചോദിച്ചു. ഇതിന് പലരും വിശദീകരണത്തിൽ പറയുന്നത് ആ നാട്ടിൽ സലാം പറയുന്ന ആരും ഉണ്ടായിരുന്നില്ല എന്നും
അത് കേട്ടപ്പോൾ ഖിദ്ർ അലൈഹി ഇസ്ലാമിന് അത്ഭുതം തോന്നിയതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടുകാരനല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. മൂസ പറഞ്ഞു ഞാൻ മൂസയാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു ഏത് മൂസ, ബനി ഇസ്രായേലിലെ മൂസയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂസ പറഞ്ഞു അതെ, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്നും എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നും. അദ്ദേഹം പറഞ്ഞു മൂസ എൻ്റെ കയ്യിൽ കുറച്ച് അറിവുകളുണ്ട്, അള്ളാഹു എനിക്ക് തന്നതാണ്. അത് അള്ളാഹു എന്നെ പഠിപ്പിച്ചതാണ്, അത് നിനക്ക് അറിയില്ല. അതുപോലെ തന്നെ നിനക്ക് കുറച്ച് അറിവുകളുണ്ട്, അത് അള്ളാഹു നിന്നെ പഠിപ്പിച്ചതാണ്, അത് എനിക്ക് അറിയില്ല. അപ്പോൾ മൂസ ചോദിച്ചു ഞാൻ താങ്കളെ പിന്തുടർന്നോട്ടെ? അദ്ദേഹം പറഞ്ഞു പക്ഷേ നിനക്ക് ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. എങ്ങനെയാണ് നിനക്ക് ക്ഷമിക്കാൻ പറ്റുക? കാരണം നിനക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണല്ലോ നടക്കാൻ പോകുന്നതെല്ലാം എന്നുള്ള രീതിയിൽ. അപ്പോൾ മൂസ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നെ ക്ഷമയുള്ളവനായി കാണും, അതായത് എനിക്ക് ക്ഷമ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. തീർച്ചയായും ക്ഷമയുണ്ടാവും, ഞാൻ ഒരിക്കലും നിങ്ങളെ ഒരു തരി പോലും അനുസരിക്കാതിരിക്കുകയില്ല. അങ്ങനെ രണ്ടുപേരും ഒരു യാത്ര തുടങ്ങി. അതായത് കടൽ തീരത്തൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അതിൽ കൂടെ ഒരു കപ്പൽ പോയി. അവർ ആ കപ്പലിലെ ആളുകളോട് ചോദിച്ചു അവരെ കപ്പലിൽ കയറ്റാമോ എന്ന്. ആ കപ്പലിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ കപ്പലിൻ്റെ ആളുകൾ അൽ ഖിദ്റിനെ തിരിച്ചറിഞ്ഞു. അവർ അദ്ദേഹത്തിനെ കപ്പലിൽ വാടക കൂടാതെ അല്ലെങ്കിൽ പൈസ മേടിക്കാതെ യാത്ര ചെയ്യാൻ സമ്മതിച്ചു. അവർ കപ്പലിൻ്റെ മുകളിൽ ആയിരുന്നപ്പോൾ ഒരു കുരുവി അവിടെ വന്നു. ആ കപ്പലിൻ്റെ അല്ലെങ്കിൽ ബോട്ടിൻ്റെ അരികിൽ എവിടെയോ ഇരുന്ന് അതിൻ്റെ ചുണ്ട് കടലിൽ 1-2 തവണയോ മുട്ടിച്ചു അല്ലെങ്കിൽ മുക്കി, അതായത് വെള്ളം കുടിക്കുകയാണ്. അൽ ഖിദ്ർ മൂസയോട് പറഞ്ഞു മൂസ എൻ്റെ അറിവും നിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒട്ടും കുറച്ചിട്ടില്ല. ആ കുരുവി അല്ലെങ്കിൽ ആ പക്ഷി അതിൻ്റെ ചുണ്ടുകൊണ്ട് കടലിൽ നിന്നും കോരിയെടുത്ത് അല്ലാതെ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു 100 പ്രാവശ്യം. ആ കിളി അതിനകത്ത് നിന്ന് 2 പ്രാവശ്യം ചുണ്ട് മുട്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 5-6 തുള്ളി വീതം 2 പ്രാവശ്യം കുടിച്ചിട്ടുണ്ടാവും. 10 തുള്ളിയിൽ നിന്ന് കൂട്ടിക്കോ. കടലിലുള്ള മുഴുവൻ അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അറിവാണ്. അതിൽ നമ്മളുടെ 2 പേരുടെ അറിവ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ആ കുരുവി ചുണ്ടുമുട്ടിച്ച് കുടിച്ചതാണ്. അപ്പോൾ ഒരു ചുണ്ടിൽ കൊള്ളുന്ന അല്ലെങ്കിൽ നിസ്സാരനായ വളരെ ചെറിയൊരു പക്ഷിയുടെ ഒരു ചുണ്ടിൽ കൊള്ളുന്നതാണ് എൻ്റെ അറിവ്. മറ്റേ പ്രാവശ്യം മുക്കി കുടിച്ചപ്പോൾ 2ാമത്തെ പ്രാവശ്യം ചുണ്ടിൽ കൊണ്ടതാണ് നിൻ്റെ അറിവ്. നമ്മൾ 2 പേരുടെ അറിവ് കൂട്ടിയാൽ അത്രയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറയുന്ന കടലാണ് എന്ന് ആണ് അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് അൽ ഖിദ്ർ ഒരു മഴുവോ കോടാലിയോ എന്തോ എടുത്തിട്ട് കപ്പലിൻ്റെ ഒരു പലക ഇളക്കി കളഞ്ഞു. മൂസ അത് കാണുമ്പോഴേക്കും പലക പറിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ആൾ മുങ്ങി പറിച്ചു കളഞ്ഞു. മൂസ അലൈഹി സ്വലാം കാണുമ്പോഴത്തേക്കും പലക പോയി. മൂസ ചോദിച്ചു നീ എന്താ കാണിച്ചത്? അവർ നമ്മളെ പൈസ പോലും മേടിക്കാതെ ഈ കപ്പലിൻ്റെ മുകളിൽ കയറ്റി യാത്ര ചെയ്യുന്നു, എന്നിട്ട് നീ അവരുടെ കപ്പൽ നശിപ്പിക്കുന്നു ദുരുദ്ദേശത്തോടു കൂടി തന്നെ. അതിലുള്ള ആളുകളെ മുഖ്യ കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും നീ ഭയങ്കര മാരകമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അൽ ഖിദ്ർ മറുപടി പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല എന്ന് എൻ്റെ കൂടെ നടക്കാൻ. അപ്പോൾ മൂസയ്ക്ക് കാര്യം മനസ്സിലാവും, കൈവിട്ടു പോയല്ലോ എന്ന്. മറന്നുപോയതായിരുന്നു. മൂസ പറഞ്ഞു എന്നെ നീ അതിന് കുറ്റം പറയരുത്, കാരണം ഞാൻ മറന്നുപോയതാണ്. എൻ്റെ മേളിൽ നീ കട്ടിയായ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഈ ഒരു കാര്യത്തിൽ നീ എന്നെ വിട്ട് കളയണം. അങ്ങനെ മൂസയുടെ ആദ്യത്തെ ഒഴിവ് കഴിവ് എന്ന് പറയുന്നത് മറന്നുപോയി എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ കടൽ യാത്ര കഴിഞ്ഞു, കടലിൽ നിന്ന് വിട്ടു. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി കളിക്കുന്നുണ്ടായിരുന്നു വേറെ കുറെ കുട്ടികളുടെ കൂടെ. അൽ ഖിദ്ർ ആ കുട്ടിയെ ഇങ്ങ് പിടിച്ചു, എന്നിട്ട് ആ കുട്ടിയുടെ തല പറിച്ചു കളഞ്ഞു ശരീരത്തിൽ നിന്ന്. ഭയങ്കര മാരകമായ കാര്യമാണ് പറയുന്നത്. ഒരു കൊച്ചുകുട്ടി 5 അടുത്ത ഏതെങ്കിലും ഒരു വയസ്സുള്ള ഒരു കുഞ്ഞു കൊച്ചിനെ പിടിച്ചിട്ട് ഒരു വലിയ ആള് ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് തല വലിച്ചു പറിച്ചു കളയാണ്. നമുക്ക് ഊഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അങ്ങനെ സംഭവിച്ചു. സുഫിയാൻ അതിൻ്റെ ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ചു. അദ്ദേഹം പഴം പറിക്കുന്ന ഒരു ആംഗ്യം കാണിക്കുന്നത് പോലെ. ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെയോ അതല്ലെങ്കിൽ ഒരു മരത്തേന്ന് ഒരു പേരയ്ക്ക പറിക്കുന്നത് പോലെയൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ കൈ കൊണ്ട് പൊതിഞ്ഞ് പിടിച്ചിട്ടാണ് പറിക്കുക. അപ്പോൾ അതുപോലെ എന്തോ തലയിൽ പിടിച്ചിട്ട് പറിച്ചു എന്നാണ് സുഫിയാൻ പറയുന്നത്. മൂസ അദ്ദേഹത്തിനോട് പറഞ്ഞു നീ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ, അതായത് ഒരു തെറ്റും ചെയ്യാത്ത കൊച്ചുകുട്ടിയെ നീ കൊന്നിരിക്കുന്നു. അയാൾ അല്ലെങ്കിൽ അവൻ വേറെ ആരെയും കൊന്നിട്ടില്ല. അപ്പോൾ ഒരാളെ കൊന്നാൽ മാത്രമേ മറ്റൊരാളെ കൊല്ലാനുള്ള അനുവാദം ഉള്ളൂ. അതായത് കൊലയ്ക്ക് കൊല എന്ന് പറയുന്നത് പോലത്തെ അന്നത്തെ നിയമം.
ഇന്നും അതൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാത്ത ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ നീ കൊന്നിരിക്കുന്നു. നീ ചെയ്തിരിക്കുന്നത് തീർച്ചയായും അതിഭയാനകമായ ഒരു കാര്യമാണ്. അൽ ഖിദർ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെ നിനക്ക് ക്ഷമയോടെ നടക്കാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ മൂസ പറഞ്ഞു, ഇതിന് ശേഷം ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ എന്നെ കൂടെ കൂട്ടണ്ട, ഈ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കാൻ പറയും. എൻ്റെ അടുത്തു നിന്നുള്ള സകല ഒഴിവ് കഴിവുകളും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇനി ഒരു ഒഴിവ് കഴിവിന് ഞാൻ അർഹനല്ല, ഞാൻ ചോദിക്കുകയില്ല എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വീണ്ടും യാത്ര തുടർന്നു. അവർ ഒരു പട്ടണത്തിലെത്തി. അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ താമസക്കാരോട് അവർ ആരും ചോദിച്ചു. അവരുടെ മതത്തിലും മൂസായുടെ മതത്തിലും ഖിദറിൻ്റെ മതത്തിലും ഒക്കെ യാത്രക്കാരന് ആഹാരം കൊടുക്കണമെന്നും, നമ്മുടെ ഇസ്ലാമിൽ ഇപ്പോൾ ഉള്ള നിയമം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്ക് ഒരു യാത്രക്കാരൻ വന്നാൽ ആ നാട്ടുകാരുടെ ഉത്തരവാദിത്വമാണ് അവർക്ക് ആഹാരവും താമസവും സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവരുടെ മതത്തിലും ആ നാട്ടുകാരുടെ മതത്തിലും അത് നിയമമായിരുന്നു. എന്നിട്ടും അവർ അവരെ സഹായിച്ചില്ല, അവർക്ക് ഒന്നും കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാറായ ഒരു മതിൽ കണ്ടത്. അൽ ഖിദർ ആ മതിൽ പൊളിച്ചു പണിഞ്ഞു, അല്ലെങ്കിൽ കല്ലുകളൊക്കെ ഇളകി ചാടായിരുന്നതൊക്കെ ശരിയാക്കി വെച്ചു. എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. ഒരു കറാമത്താണ് എന്ന് നമുക്ക് വേണേൽ വിശ്വസിക്കാം. കാരണം കൈകൊണ്ട് തൊട്ടു, അപ്പോഴേ ആ മതിൽ മുഴുവൻ ശരിയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ പൊളിച്ചു പണിയുകയോ അല്ലെങ്കിൽ കേടായ സ്ഥലങ്ങൾ മാത്രം റിപ്പയർ ചെയ്യുകയോ അല്ല ചെയ്തത്. കൈകൊണ്ടൊന്ന് തൊട്ടു, ഒരു കറാമത്ത്, മതിൽ മുഴുവൻ ശരിയായി. സുഫിയാൻ, ഇതിൻ്റെ ഉപ റിപ്പോർട്ടർമാരിൽ ഒരാളായ ആള് കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അൽ ഖിദർ അദ്ദേഹത്തിൻ്റെ കൈ എങ്ങനെയാണോ മതിലുകളുടെ മേളിൽ കൂടെ തൂത്തത് അല്ലെങ്കിൽ ഓടിച്ചത്, അത് താഴെ നിന്ന് മുകളിലേക്കായിരുന്നു തൂത്തത്. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് തൂത്തപ്പോഴേക്കും മതിൽ റെഡിയായി വന്നു. മൂസ പറഞ്ഞു, ഇവരല്ലേ നമ്മൾ ചോദിച്ചിട്ടും ഒന്നും തരാത്തത്, ആഹാരം തന്നില്ല ഇവർ, നമ്മൾ അതിഥികളായിട്ട് അവർ സ്വീകരിച്ചില്ല, എന്നിട്ടും നിങ്ങൾ അവരുടെ മതിൽ നന്നായി കൊടുത്തിരിക്കുന്നു ഫ്രീ ആയിട്ട്. നിനക്ക് വേണമായിരുന്നെങ്കിൽ അതിന് പൈസ മേടിച്ചിട്ട് മതിൽ നന്നായി കൂടായിരുന്നു, അപ്പോൾ ആ പൈസ കൊണ്ട് നമുക്ക് ആഹാരം കഴിക്കായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ. അൽ ഖിദർ പറഞ്ഞു, ഇതാകുന്നു നമ്മളുടെ വേർപാട്. അതായത് നമ്മൾ 3 പ്രാവശ്യം എന്ന് പറഞ്ഞു, കഴിഞ്ഞു. ഇനി നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, എൻ്റെ കൂടെ നിനക്കിനി നടക്കാൻ പറ്റില്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് നിനക്ക് ക്ഷമിച്ച് നിൽക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു, നാം ആഗ്രഹിക്കുന്നു മൂസ കുറച്ചുകൂടെ ക്ഷമയോടെ നിന്നിരുന്നുവെങ്കിൽ അതിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമുക്ക് ഒരു പക്ഷേ കൂടുതൽ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. സുഫിയാൻ ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു മൂസയുടെ മേൽ കരുണ കാണിക്കട്ടെ, അദ്ദേഹം ക്ഷമിച്ചിരുന്നുവെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കഥകൾ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഈ സംഭവത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടുമായിരുന്നു. ഇതൊരു വലിയ ഹദീസാണ്. അഖ്ബർനി സഈദ് ബിൻ ജുബൈറിൻ ഖാല ഖുൽതു ലിബ്നി അബ്ബാസിൻ ഇന്ന നൗഫൻ അൽ ബിഖാലി യസുമു അന്ന മൂസ സാഹിബൽ ഖദരി ലൈസ ഹുവ മൂസ ബനി ഇസ്രായീൽ ഇന്നമാ ഹുവ മൂസൻ آخر فقال كذب عدو الله. حدثنا أبي بن كعب عن النبي صلى الله عليه وسلم أن موسى قام خطيبا في بني إسرائيل فسئل أي الناس أعلم فقال أنا فعتب الله عليه إذ لم يرد العلم إليه فقال له بلى لي عبد بمجمع البحرين هو أعلم منك قال أي ربي ومن لي به وربما قال سفيان أي ربي وكيف لي به قال تأخذ جوتا فتجعله في مقتل حيثما فقدت الحوت فهو ثم وربما قال فهو ثمت وأخذ حوتا فجعله في مقتل ثم انطلق هو وفتاه يوشع بن نون حتى أتيا الصخرة وضع رؤوسهما فرقد موسى واضطرب الحوت فخرج فسقط فيه البحر فاتخذ سبيله في البحر سربا فامسك الله عن الحوت جرية الماء فصار مثل الطاق فقال هكذا مثل الطاق فانطلقا يمشيان بقية ليلتهما ويومهما حتى إذا كان من الغد قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا ولم يجد موسى النصب حتى جاوز حيث أمره الله قال له فتاه أرأيت إذا أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكر واتخذ
سبيله في البحر عجبا فكان للحوت سربا ولهما عجبا قال له موسى ذلك ما كنا نبغي فارتدا على آثارهما قصصا رجاء يقصان آثارهما حتى انتهيا إلى الصخرة فإذا رجل مسجن بثوب فسلم موسى فرد عليه فقال وأن بأرضك السلام قال أنا موسى قال موسى بني إسرائيل قال نعم أتيتك لتعلمني مما علمت رشدا قال يا موسى إني على علم من علم الله علمني الله لا تعلمه وأنت على علم من علم الله علمكم الله لا علمه قال هل أتبعك قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط امرأة فانطلقا يمشيان على ساحل البحر فمرت بهما سفينة كلموهم أن يحملوهم فعرفوا الخضر فحملوه بغير نول فلما ركبا في السفينة جاء عصفور فوقع على حرف السفينة فنقر في البحر نقرة أو نقرتين قال له الخضر يا موسى ما نقص علمي وعلمك من علم الله إلا مثل ما نقص هذا العصفور بمنقاره من البحر إذا أخذ الفأس فنزل لوحا فلم يفجأ موسى إلا وقد قلع لوحا بالقدوم فقال له موسى ما صنعت قوم حملونا بغير نول أمدت إلى سفينتهم فخرقتها لتغرق أهلها لقد جئت شيئا إمرا قال ألم أقل إنك لن تستطيع معي صبرا قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا فكانت الأولي من موسى نسيان فلما خرج من البحر مروا بغلام يلعب مع الصبيان فأخذ الخضر برأسه قلاه بيده هكذا وأومأ سفيان بأطراف أصابعه كأنه يقطف شيئا فقال له موسى أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا قال ألم أقل لك إنك لن تستطيع معي صبرا قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض مائلا أو مئة بيده هكذا وأشار سفيان كأنه يسمح شيئا إلى فوق فلم أسمع سفيان يذكر مائلا إلا مرة قال قوم أتيناهم فلم يطعمنا ولم يضيفنا أمدت إلى حائطهم لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطيع عليه صبرا قال النبي صلى الله عليه وسلم وددنا أن موسى كان صرب فقص الله علينا من خبرهما قال سفيان قال النبي صلى الله عليه وسلم يرحم الله موسى لو كان صبر يقص علينا من أمرهما قال وقرأ ابن عباس أمامهم ملك يأخذ كل سفينة صالحة غصبا وأما الغلام فكان كافرا كان أبواه مؤمنين ثم قال لي سفيان سمعته منه مرتين وحفظته منه قيل لسفيان حفظته قبل أن تسمعه من أمر أو تحفظته من إنسان فقال ممن أتحفظه ورواه أحد عن أمر غيري سمعته منه مرتين أو ثلاثا وحفظته منه അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.